അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം എന്ന വിഷയത്തിൽ ഖിറാഅത്ത് എന്ന ഭാഗത്ത് കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. സ്വരങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം. സ്വരങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം. അപ്പോൾ അവിടെ ഒരു അക്ഷരം നൽകിയിട്ടുണ്ട്. ആ ഒരു വട്ടത്തിൽ അതിൻ്റെ ഏതോ ഒരു ഹർക്കത്താണ് നൽകിയിട്ടുള്ളത് അല്ലേ? അതുപോലെ ബാക്കിയുള്ള മൂന്നക്ഷരങ്ങൾക്കും അതുപോലെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്താക്കാം, കൃത്യമായിട്ട് നോക്കിയിട്ട് സ്വരങ്ങൾ ചേർത്ത അക്ഷരങ്ങൾ ഏതാണെന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ലാമ് നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ശരി രൂപത്തിലാണ് കൊടുത്തത്. അപ്പൊ അതേതാണ്? എ എന്നുള്ള അക്ഷരമാണ് അല്ലെ? എ എന്ന ഒരു സ്വരമായിട്ടാണ് അത് വായിക്കുക. അപ്പൊ ലാമിന്റെ മുകളിൽ ആ രൂപത്തിലുള്ള ഒരു സ്വരം നൽകി കഴിഞ്ഞാൽ ലേ എന്നാണ് വായിക്കുക. എന്താണ് വായിക്കുക? ലേ. അടുത്തതോ പ എന്നുള്ള അക്ഷരവും ഒരു വാവും നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ നൽകിയിട്ടുള്ള ആ ഒരു സ്വരം ആ ഒരു അക്ഷരത്തിൽ ചേർത്തി കഴിഞ്ഞാൽ അത് വായിക്കുക പോ എന്നാണ്. എന്താണ് വായിക്കുക? പോ. ഒന്നാമത്തത് ലേ, രണ്ടാമത്തത് പോ, മൂന്നാമത്തതോ ഘേ. ഖ എന്നുള്ള അക്ഷരത്തിന്റെ മുകളിൽ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അത് ഘ എന്നുള്ള അക്ഷരമായിട്ടാണ് വായിക്കുക. അവിടെ നൽകിയിട്ടുള്ള സ്വരം ഉപയോഗിച്ച് അത് വായിക്കുമ്പോൾ അത് ഘേ എന്നാണ് വരിക. എന്താണ്? ഘേ. ഇനി ഏറ്റവും അവസാനത്തെ നാലാമത്തത് ള അല്ലെ? ഫത്തഹാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വരും? ള എന്ന് വരും. ഒന്നാമത്തത് ലേ, രണ്ടാമത്തത് പോ, മൂന്നാമത്തത് ഘേ, നാലാമത്തത് ള. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. അറബി മലയാള അക്ഷരങ്ങൾ വായിക്കാം. അപ്പൊ താഴെ നൽകിയിട്ടുള്ളത് മുഴുവൻ എങ്ങനെയുള്ള അക്ഷരങ്ങളാണ്? അറബി മലയാളം അക്ഷരങ്ങളാണ്. അപ്പൊ അറബി മലയാളം അക്ഷരങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ണ. ഏതാണ്? ണ. രണ്ടാമത്തതോ ര. മൂന്നാമത്തത് ഢ. അപ്പം ണ, ര, ഢ. അടുത്തതോ ഞ. ഏതാണ്? ഞ എന്നുള്ള അക്ഷരമാണ് അല്ലെ? അടുത്തത് ങ. അത് കഴിഞ്ഞിട്ട് ഠ. അപ്പോ ണ, ര, ഢ, ഞ, ണ, ഠ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ചേർത്തു വായിക്കാം. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്തി വായിക്കാം. അപ്പൊ അവിടെ 6ഓളം വാക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പം ആ ഒരു ബോക്സിൽ നൽകിയ വാക്ക് കൂട്ടിയാണ് നമ്മൾ എന്താക്കേണ്ടത്? ചേർത്തിയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തത് ശ്രമി എന്നുള്ളതാണ് ആ റൗണ്ടിൽ കൊടുത്തത്. പിന്നെ ആ ഒരു ചതുരത്തിൽ കൊടുത്തത് എന്താണ്? കണം അല്ലെ? അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ ശ്രമിക്കണം. അതുപോലെ രണ്ടാമത്തതോ മാനിക്കണം. മൂന്നാമത്തത് ബഹുമാനിക്കണം, ബഹുമാനിക്കണം. അടുത്തത് നാലാമത്തതോ അനുസരിക്കണം. അടുത്തത് അഞ്ചാമത്തത് ആദരിക്കണം. ആറാമത്തത് സഹവസിക്കണം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തത് ശ്രമിക്കണം, രണ്ടാമത്തത് മാനിക്കണം, മൂന്നാമത്തത് ബഹുമാനിക്കണം, നാലാമത്തത് അനുസരിക്കണം, അഞ്ചാമത്തത് ആദരിക്കണം, ആറാമത്തത് സഹവസിക്കണം. ഇനി നാലാമത്തെ പ്രവർത്തനം വിരൽ വെച്ച് വായിക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഏതാണ്? മേഘം. നമ്മൾ മേലെ പറഞ്ഞ ഒരു ഗ അല്ലെ? അതാണ് ഇവിടെ മേഘം. അടുത്തതോ പൻകായം. പങ്കായം. എന്താണ്? പൻകായം. ഇനി ദുറൂസ് അറബി മലയാളം നമ്മൾ കഴിഞ്ഞത് ഖിറാഅത്താണ്, വായിക്കാനുള്ളതാണ് കഴിഞ്ഞത്. ഇനിയുള്ളത് ഏതാണ്? കിതാബത്താണ്, എഴുത്താണ്. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ചിത്രം നോക്കി അറബി മലയാളത്തിൽ പേരുകൾ എഴുതാം. ചിത്രം നോക്കി അറബി മലയാളത്തിൽ പേരുകൾ എഴുതാം. ഒന്നാമത്തത് എന്താണ്? ഘടികാരം അല്ലെ?
ഒന്നാമത്തെ എന്താണ്? ഘടികാരം. അപ്പൊ അവിടെ ഘടികാരം എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ എന്താണ്? പുഷ്പം അല്ലെ. ഓരോ വാക്കുകളും എത്ര പുള്ളി ഉണ്ട് എന്നൊക്കെ കറക്റ്റ് നോക്കിയിട്ടായിരിക്കണം. കാരണം 2 രൂപത്തിലെ ഷാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷാക്ക് ആദ്യം 3 പുള്ളിയും പിന്നെ താഴെ എന്തുണ്ട്? 1 പുള്ളിയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ടായിരിക്കണം എഴുതേണ്ടത്. രണ്ടാമത്തെ എന്താണ്? പുഷ്പം. മൂന്നാമത്തതോ? വാഴപ്പഴം. ആരും പഴം എന്നൊന്നും എഴുതി കൊടുക്കരുത്. വാഴപ്പഴം അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ അത് അങ്ങനെ എഴുതണമെങ്കിൽ, ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതണമെങ്കിൽ ടെക്സ്റ്റ് നോക്കി നല്ല രൂപത്തിൽ തന്നെ ഏത് രൂപത്തിലാണോ എഴുതേണ്ടത് അത് പഠിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ആദ്യത്തേത് ഘടികാരം, രണ്ടാമത്തേത് പുഷ്പം, മൂന്നാമത്തേത് വാഴപ്പഴം. രണ്ടാമത്തേത് പുള്ളികൾ നൽകാം എന്നുള്ളതാണ്. വാചകങ്ങൾ ഉസ്താദുമാർ വായിച്ചു കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ ഏതാണ്? വഴിപ്പെടണം അല്ലെ. വഴിപ്പെടണം. അപ്പൊ ആ ഒരു വഴി എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം അടിയിൽ 3 പുള്ളി കൊടുക്കണം. പെ അല്ലെ. അടുത്തതിന് എന്ത് കൊടുക്കണം? ഢ എന്നുള്ളതിന് താഴെ ഒരു പുള്ളി കൊടുക്കണം. പിന്നെ ന എന്നുള്ളതിന്റെ അടിയിൽ ഒരു പുള്ളി ഇട്ടാലാണ് ന എന്ന് വായിക്കുക. അപ്പം താഴെയും മേലെയും ഇവിടെ പുള്ളി നൽകണം. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ വരും? വഴിപ്പെടണം എന്ന് വരും. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. അവിടെ എന്താണ്? ബസ്സിൽ അല്ലെ. ബസ്സിൽ പോകണം. അപ്പൊ അവിടെ ബ എന്നുള്ളതിന് താഴെ ഒരു പുള്ളി നൽകുക. പിന്നെയോ അവിടെ പോ എന്നുള്ളതിന് 3 പുള്ളിയാണ് നൽകേണ്ടത്. അപ്പം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ണ എന്നുള്ളതിന് താഴെയും മേലെയും ഒരു പുള്ളി നൽകി കഴിഞ്ഞാൽ ണ എന്നതായി. അപ്പം ബസ്സിൽ പോകണം എന്നായി. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. പുസ്തകത്തിൽ നോക്കി എഴുതാം. പുസ്തകത്തിൽ നോക്കി എഴുതാം. ആദ്യത്തേത് ഏതാണ്? ചങ്ങാതിയോട്. അപ്പൊ ചങ്ങാതിയോട് എന്നുള്ളത് അതുപോലെ തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? എഴുതണം. രണ്ടാമത്തതോ? പിണങ്ങരുത്. അപ്പൊ ചങ്ങാതിയോട്, പിന്നെ രണ്ടാമത്തത് പിണങ്ങരുത്. മൂന്നാമത്തത് ആഘോഷം. ആഘോഷം. അപ്പൊ അതുപോലെ തന്നെ നല്ല കറക്റ്റ് നോക്കി എഴുതുക. ആഘോഷം. ഏറ്റവും അവസാനത്തത് പരിഹസിക്കരുത്. എന്താണ്? പരിഹസിക്കരുത്. അപ്പൊ ഒന്നാമത്തത് ചങ്ങാതിയോട്, രണ്ടാമത്തത് പിണങ്ങരുത്, 3 ആഘോഷം, നാലാമത്തത് പരിഹസിക്കരുത്. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.